ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേർഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. റംസാൻ നിലാവൊളി ഇസ്ലാമിക് ക്വിസിന്റെ അടുത്ത ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും നമ്മളുള്ളത് എടപ്പാൾ ബ്യൂട്ടി സിൽക്സിലാണ്. കേരളാവിഷൻ ഇസ്ലാമിക് ക്വിസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് എടപ്പാൾ ബ്യൂട്ടി സിൽക്സിലാണ്. ഈ എപ്പിസോഡിൽ നമ്മുടെ കൂടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ മത്സരത്തിൻ്റെ ഒരു കണ്ടീഷൻസ് ഇങ്ങനെയാണ്. ഞാൻ 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. ആദ്യത്തെ ചോദ്യത്തിന് 3 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ചോദ്യത്തിന് ക്ലൂ ആണ്. മൂന്നാമത്തത് സമ്മാന ചോദ്യമായിരിക്കും. അപ്പോൾ 3 ഉത്തരങ്ങളും ശരിയാക്കുന്നവർക്ക് ബ്യൂട്ടി സിൽക്സിൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കൂടെ മത്സരിക്കാൻ എത്തിയിട്ടുള്ള മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? എടുത്തോണ്ടിരിക്കുകയാണ്. എന്താണ് പേരെന്താ? ഫർഹാന. ഹിസാന ഫർഹാന. ഓക്കെ, എവിടെയാ സ്ഥലം? ചന്തപ്പടി. കിട്ടിയോ? മോളുടെ പേരെന്താ? സനിയ. അപ്പോൾ നമ്മുടെ പരിപാടി ഇങ്ങനെയാണ്. ഞാൻ ഒരു 3 ചോദ്യം ചോദിക്കും. 3 എണ്ണത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടി സിൽക്സിൻ്റെ ഒരു സമ്മാനം ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവും. രണ്ടാമത്തെ ചോദ്യത്തിന് ക്ലൂ ആണ്. മൂന്നാമത്തേന് ഇത് 2 ഉണ്ടാവില്ല, പക്ഷെ എന്നാലും എളുപ്പമുള്ളതായിരിക്കും. അപ്പം എന്നാൽ നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഹൃദയം എത്ര തവണ കഴുകി വൃത്തിയാക്കി എന്നാണ് പറയപ്പെടുന്നത്? ഓപ്ഷൻസ് ഉണ്ട്. 5, 15, 3, 2. 5 ഹെൽപ്പ് ചെയ്യാണ്ടോ? 5 ഫിക്സ് ചെയ്യാണ്. ഉറപ്പാണോ? ഹലോ, എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പോൾ 5 എന്നുള്ള ആൻസറാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ചാൻസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ പേരെന്തേന്ന്? ഫർഹാന പറഞ്ഞിട്ടുള്ളത് 5 എന്നാണ്. പക്ഷേ ആക്ച്വലി ആ ഉത്തരം തെറ്റാണ്. ശരിയായിട്ടുള്ള ഉത്തരം 2 ആണ്. 2 തവണയാണ്. ഒന്ന്, അദ്ദേഹം കുട്ടിയായിരിക്കുന്ന സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് മഞ്ഞു പോലെ തണുത്തുറഞ്ഞ വെള്ളം ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ അല്ലെങ്കിൽ ദുശ്ചിന്തകളെല്ലാം ഹൃദയത്തിൽ നിന്ന് കഴുകി കളഞ്ഞത്. രണ്ടാമത്തത് എപ്പോഴാണ്? ഇസ്രായേൽ മിറാജ് യാത്രയിലാണ്. ഇസ്രായേൽ മിറാജ് യാത്ര കേട്ടിട്ടില്ലേ? ആ സമയത്താണ് രണ്ടാമത് ഹൃദയം കഴുകി വൃത്തിയാക്കിയത്. അപ്പം 2 പ്രാവശ്യമാണ് കേട്ടോ. മറന്നുപോലല്ലോ? ഓക്കെ, സമ്മാനം ഇല്ലെങ്കിലും നമുക്ക് പുതിയൊരു അറിവൊക്കെ കിട്ടി. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. വീണ്ടും കാണാം. എല്ലാ പ്രേക്ഷകർക്കും ഇസ്ലാമിക് ക്വിസിൻ്റെ ബ്യൂട്ടി സിൽക്സിലെ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ അടുത്ത ആൾ റെഡിയാണ്. നമുക്ക് ആളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. എന്താണ് പേര്? ജാസിറ. കുറച്ചടുത്തേക്ക് വെക്കോ. എവിടെ നിന്നാണ്? ചങ്ങരംകുളം. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ? സുഖമാണ്. നോമ്പൊക്കെ എങ്ങനെ പോണു? സുഖമായിട്ട് പോണു. നോമ്പുണ്ട്. വേറെ ആരൊക്കെ കൂടെ വന്നിട്ടുള്ളത്? മോളുണ്ട്. പർച്ചേസ് കഴിഞ്ഞതാണോ? കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പരിപാടി കണ്ടിട്ടുണ്ടോ? ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് കുറേ പേര് സമ്മാനമൊക്കെ വാങ്ങി പോണ കണ്ടിട്ടുണ്ടാവും. പിന്നെ എന്താണ് ഇങ്ങോട്ട് വരാൻ തോന്നിപ്പിച്ച ഘടകം? ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളെ കുറിച്ചൊക്കെ വരാനും പങ്കെടുക്കാനും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ക്ലാസ്സിനൊക്കെ പോണ ആളാണോ? ഖുർആൻ ക്ലാസ്സിനൊക്കെ പോകാറുണ്ടോ? ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഈ ഒരു പാറ്റേൺ ആണ്. അതായത് ആദ്യത്തെ ചോദ്യം ഉണ്ടാവും, അതിന് 3 ഓപ്ഷൻ ഉണ്ടാവും. രണ്ടാമത്തെ ചോദ്യത്തിന് ഒരു ക്ലൂ ഉണ്ടാവും. മൂന്നാമത്തെ ചോദ്യത്തിന് 2 ഉണ്ടാവില്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്നു. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എടപ്പാൾ ബ്യൂട്ടി സിൽക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സമ്മാനമൊക്കെ വാങ്ങി പോവല്ലോ അല്ലേ? അപ്പോൾ ആദ്യത്തെ ചോദ്യത്തേക്ക് പോവാം. ചോദ്യം ഇതാണ്. സൂറത്തുൽ ഇഖ്ലാസ് 10 പ്രാവശ്യം ഓതിയാൽ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താണ്? ഞാൻ ഓപ്ഷൻ തരാം. ഓപ്ഷൻ കിട്ടാഞ്ഞാലാണല്ലോ സംശയം വരിക. 1, സ്വർഗത്തിലൊരു കൊട്ടാരം. 2, സ്വർഗത്തിലെ പ്രത്യേക ഭക്ഷണം. 3, സ്വർഗത്തിലെ ഒരു നദി. 4, സ്വർഗത്തിലെ പ്രത്യേകമായിട്ടുള്ള ഒരു പഴം. കൊട്ടാരം. ഉറപ്പാണോ?
ഉറപ്പാണ്. എന്താണ് അത്ര ഉറപ്പ് വരാൻ കാരണം? കേട്ടിട്ടുണ്ട്. ആ പിന്നെ പൊതുവെ ഈ ക്ലാസ്സിന് ക്ലാസ്സിന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടല്ലോ, അതിന് നമ്മൾ ഒരുമിച്ചാ പറയാ. ക്ലാസ്സും ഇവർ രണ്ടുപേരും കൂടെ കൂടി ചേർന്നാൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു വളരെ വലിയൊരു കോംബോ ആണ്. അപ്പോൾ ഈ ക്ലാസ് മാത്രം ഒരു വിശ്വാസി മനസ്സറിഞ്ഞ് 10 തവണ ഓതിക്കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകമായിട്ട് സ്വർഗത്തിലൊരു കൊട്ടാരം. പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തെറ്റിക്കില്ല. ഉത്തരം അതാണ്. ഉത്തരം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഉത്തരം ശരിയാണ്. അപ്പോൾ ഒരു കൊട്ടാരം എന്നുള്ള ഉത്തരം ശരിയാക്കിയ പോലെ ഇൻഷാ അല്ലാ. അതെല്ലാം വിഷമങ്ങളും അപ്പോൾ ആള് കുറച്ച് ഇമോഷണലായി. അത് ആളുടെ ഹസ്ബൻഡ് പെട്ടെന്നാണ് ആളെ വിട്ട് പിരിഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാ ഓക്കെ. അപ്പോൾ ദൈവം എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ കേൾക്കട്ടെ. അപ്പോൾ സങ്കടമുണ്ട? സത്യമായിട്ടും അതൊരാളുണ്ട്, ഒരാളെ നല്ല വിഷമമുണ്ട്. ഡ്രസ്സ് എടുക്കാൻ വരുമ്പോൾ വിഷമിൻ്റെ കൂടെ വന്ന നാളെ കാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആള് ബിസിനസ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 3 വർഷം കഴിയുമ്പോൾ ശരിയാണ്. അപ്പോൾ ജസ്രത്ത് ആദ്യം പറഞ്ഞിട്ടുള്ള ഉത്തരം ശരിയാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ചാൻസ് ആണ്. അപ്പോൾ ആൾ ചെറുതായിട്ടൊന്ന് ഇമോഷണൽ ആയിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഭർത്താവിനെയും നമ്മളെല്ലാവരെയും സർവശക്തനായ നാഥൻ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഇസ്രാ മിറാജിൻ്റെ രാത്രിയിൽ പ്രവാചകൻ നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കർമ്മം ഏതാണ്? അള്ളാഹു പറഞ്ഞതനുസരിച്ചിട്ട് ഇസ്രാ മിറാജിൻ്റെ രാത്രിയിൽ നിർബന്ധമാക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്താണ്? ഇതിന് ഓപ്ഷൻസ് ഇല്ല, പക്ഷെ എല്ലാ വിശ്വാസികളും ഇത് ചെയ്യണമെന്ന് നിർബന്ധമാണ്. നിർബന്ധമാക്കപ്പെട്ട നോമ്പ്. ഞാൻ ഒരു ക്ലൂ കൂടെ തരാം. ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കുറച്ചുകൂടെ എനിക്കറിയാം. നോമ്പ് പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ കുറച്ചും കൂടെ അതല്ലേ? അതായത് ചോദ്യം മനസ്സിലായോ? ചോദ്യം ഇതേ ഉള്ളൂ. പ്രവാചകൻ പോയ സമയത്ത് ചില കാര്യങ്ങൾ വിലക്കുകയും ചിലത് ചെയ്യണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ വിശ്വാസികൾ ഇത് നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് അള്ളാഹു നേരിട്ട് കൽപ്പിച്ച ഒരു കർമ്മം ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിലൊന്നാണ്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് ക്ലോ ഇല്ല. എനിക്കറിയാം. ടെൻഷനായ കാരണമാണ്. അതൊക്കെ ക്ലിയർ ചെയ്യും. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് അടുത്ത ചോദ്യം കൂടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനം ഉണ്ടായിരിക്കും. ഒരു ആളുടെ ഒരു ശക്തിയും കൂടെ പിന്നാലെ ഉണ്ടാവട്ടെ. അപ്പോൾ ശരിയാക്കാം. എനിക്ക് അറിയാതെ നിങ്ങൾ പറഞ്ഞത് ഒന്ന് നോമ്പാണ്. നോമ്പ് ഞാൻ ഫിക്സ് ചെയ്യട്ടെ? സമയം കുറവാണ്. കുഴപ്പമുണ്ടോ? ഇല്ല, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ അഥവാ ഞാൻ ഉത്തരം പറയുമ്പോൾ എന്താവും? നമുക്ക് അത് ഓർമ്മയാവും. അത് മതിയല്ലോ അല്ലേ? നിസ്കാരമാണ്. മറന്നായോ? 50 റക്കാത്ത് എണ്ണു നമ്മളോട് പറഞ്ഞത്. അത് പിന്നെയും അള്ളാഹുവിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ചിട്ട് 5ലേക്ക്. അതാണ് വിശ്വാസികൾ 5 നേരത്തെ നിസ്കാരം എന്നുള്ള ആ സ്തംഭമാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ കൂടെ വന്നു. നിങ്ങളുടെ സന്തോഷവും സങ്കടമൊക്കെ ഞങ്ങളോട് പറഞ്ഞു. നിങ്ങളെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് വന്നതിലും സംസാരിച്ചതിലും സന്തോഷം. അടുത്ത തവണ എന്തായാലും സമ്മാനം വാങ്ങാം. ഓക്കെ. അസ്സലാമു അലൈക്കും. കേരള വിഷൻ ഇസ്ലാമിക് ക്വിസ് നമ്മുടെ ബ്യൂട്ടി സിൽക്സിൽ അടുത്ത മത്സരാർത്ഥികൾ റെഡിയാണ്. എന്തൊക്കെയാണ് പേര്? അഫ്ലഹ, ആദിൽ, അനിത്യാണോ? ഓക്കെ. എവിടെ വീട്? ചങ്ങരംകുളം. എന്തൊക്കെയാണ് വേറെ ഹോബീസൊക്കെ? പാട്ടൊക്കെ പാടുമോ? ഞങ്ങൾക്കൊരു പാട്ട് പാടിത്തരോ? ഭയങ്കര നാണക്കാരിയാണ്, എന്നാലും ഒരു പാട്ട് പാടിത്തരോ? നിർബന്ധിക്ക് വേണേ ഒരു പാട്ടൊക്കെ പാടിക്കൊടുക്ക്. മൈക്കറട്ടെ. ഏതായാലും മതി. ഞങ്ങൾക്ക് അങ്ങനെ ഇന്ന പാട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് മതി. ഡാൻസോ? 2 വരി. ഞാൻ മൈക്കൊന്ന് കൊടുക്കട്ടെ? വാ. 2 വരിയേ പാടുള്ളൂ കേട്ടോ.
പറഞ്ഞത് നല്ല രസമായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ പരിപാടിക്കൊക്കെ ചേരാറുണ്ടോ? ഉണ്ട്. പിന്നെ മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 10th. ഇയാളോ? 6th. രണ്ടാളും ഒരു സ്കൂളിലാണോ? ഹോസ്റ്റലിലാണ്. ഇയാളോ? അൻസാറിൽ, പെരുമ്പിലാവ്. ഓക്കെ. പിന്നെ പരീക്ഷയ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, എളുപ്പമാണ്. ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ്? അറബിക് ലാംഗ്വേജ് ആണ്. അപ്പോൾ പിന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യമൊക്കെ സിമ്പിളായിരിക്കും. നമുക്ക് ഇതുവരെ വിജയികൾ ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ രണ്ടാളും സമ്മാനം വാങ്ങണം. ഓക്കെ. ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. കുട്ടികളോട് എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും സിമ്പിൾ ചോദ്യം കുട്ടികളോട് ചോദിക്കുള്ളൂ. ഓക്കെ. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. റമദാനിൽ നടന്നിട്ടുള്ള യുദ്ധം ഞാൻ താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. എന്നാലും ആദ്യത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവും, രണ്ടാമത്തേന് ക്ലൂ ഉണ്ടാവും, മൂന്നാമത്തേന് രണ്ടും ഉണ്ടാവില്ല. അപ്പോൾ റമദാനിൽ നടന്നിട്ടുള്ള യുദ്ധം ഏതാണ്? ബദർ, ഉഹുദ്, ഖന്തക്ക്. ഏതാണ്? ഉറപ്പാണോ? ബദർ, ഉഹുദ്, ഖന്തക്ക് റമദാനിൽ നടന്നിട്ടുള്ളത് ഏതാ? ഉഹുദാണോ? ശരിക്കും ആലോചിച്ച് നോക്കും. ഉറപ്പിക്കട്ടെ? ഇനി മാറോ? എനിക്കറിയില്ല. ഇവള് കൈ ഒഴിഞ്ഞു. ഈ പറ ഏതായിരിക്കും? ഖന്തക്ക് ഞാൻ ഉറപ്പിക്കുകയാണ്. ആണോ? ഉറപ്പിക്കട്ടെ? ഉറപ്പിക്കാനാണ് പറഞ്ഞത്. ഞാൻ തെറ്റിപ്പോയാലോ? കുഴപ്പമൊന്നുമില്ല, സാറില്ല. ഞങ്ങൾ കുട്ടികളല്ലേ, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയട്ടെ, ഉത്തരം പറയട്ടെ? ഉത്തരം തെറ്റാടാ. ഏതായിരിക്കും? ബദറാഹ. അപ്പം അറിയാ, ബദറിലല്ലേ ഷഹീദായത്. ബദരീങ്ങളെ കഥയൊക്കെ കേട്ടിട്ടില്ലേ? ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതും ഏറ്റവും കൂടുതൽ ആളുകളെ നമുക്ക് നഷ്ടപ്പെട്ടതും ഏത് യുദ്ധത്തിലാണ്? ബദറിലാണ്. അപ്പോൾ റസൂലിനടക്കം ഒരുപാട് പരിക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു യുദ്ധമാണ്. പിന്നെ എന്തായാലും മറക്കൂലല്ലോ, അത് മറക്കൂല. അങ്ങ് മനസ്സിലായില്ലേ ഏതാണ്? എനിക്കറിയൂല എന്ന് പറഞ്ഞു. പറഞ്ഞോ ഏതാണ്? ബദറാണ്. അപ്പോൾ ബദറിൻ്റെ റമദാൻ 17-നാണ് ഏറ്റവും കൂടുതൽ യോദ്ധാക്കളെ നഷ്ടപ്പെട്ട ബദർ നടന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഉത്തരം തെറ്റിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പ്രാവശ്യം വീണ്ടും നമ്മുടെ കൂടെ മത്സരിച്ചിട്ട് സമ്മാനം വാങ്ങണം. ഓക്കെ. എന്നാൽ പങ്കെടുത്തതിൽ സന്തോഷം. ഓക്കെ. അസ്സലാമു അലൈക്കും. കേരള വിഷൻ ഇസ്ലാമിക് ക്വിസിൽ ഇന്ന് നമ്മുടെ കൂടെ ബ്യൂട്ടി സിൽക്സിൽ പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുള്ള ഹസീനയും മകളും ആണ് എത്തിയിട്ടുള്ളത്. നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. എന്താണ് പേര്? മൈസ. ഹസീന. ഇവള് മാത്രമേ ഉള്ളൂ? കൂടെ ആരെങ്കിലും ഉണ്ടോ? ഒരാളേ ഉള്ളൂ. വേറെ ഇത് രണ്ടുപേരും മാത്രമാണോ വന്നത്? ഡ്രസ്സൊക്കെ കിട്ടിയോ? കിട്ടി. ഹാപ്പി ആയോ? എന്താ എടുത്തത്? നിങ്ങളോ? നോക്കിയിട്ടില്ല. ആദ്യം മക്കളുടെ കഴിഞ്ഞിട്ട് കുറച്ചടുത്തേക്ക് ഇപ്പോൾ കുട്ടികളതൊക്കെ നോക്കിയതിൻ്റെ ശേഷം എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നോമ്പൊക്കെ എങ്ങനെ പോണു? ഉഷാറായിട്ട് പോണു. ഉണ്ടോ? നോമ്പുണ്ടോ? ഏത് സ്കൂളിലാണ് പഠിക്കണേ? തണ്ണീർക്കോട്. ഏത് ക്ലാസ്സിലാ? 5ൽ. വർക്ക് ചെയ്യണ്ടോ? ആഹാ. ഏത് സബ്ജക്റ്റ്? മലയാളം. സെയിം പിച്ച്. ഞാനും മലയാളമാണ്. ഓക്കെ. ഏത് സ്കൂളിലാണ്? ഓക്കെ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ലിസ്റ്റിലൊക്കെ കയറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഏതാണ് ഏരിയ ഇഷ്ടം? മലയാളത്തിൽ ഏത് ഏരിയ ആണ്? കഥയാണോ കവിതയാണോ? ഏതാണ് ഇഷ്ടം? നോവൽസ് ആണ് ഇഷ്ടം. ലാസ്റ്റ് ഇപ്പോൾ ഏതാ ബുക്കൊക്കെ വായിച്ചത്? ഓക്കെ. വായിക്കാൻ കുറച്ചുകൂടെ ഗഹനമായിട്ടുള്ള പുസ്തകങ്ങളാണല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമ്മുടെ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഞാനൊരു 3 ചോദ്യം ചോദിക്കും. ആദ്യത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവും, രണ്ടാമത്തെ ചോദ്യത്തിന് ക്ലൂ ആണ് ഉണ്ടാവുക, മൂന്നാമത്തേന് രണ്ടും ഉണ്ടാവില്ല. പക്ഷെ 3 ഉത്തരങ്ങൾ ശരിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടി സിൽക്സിൻ്റെ ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ ഈ എപ്പിസോഡിൽ വിജയികളില്ല കേട്ടോ. അപ്പോൾ ആ വിജയികൾ നിങ്ങളാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആവട്ടെ. അപ്പോൾ ആദ്യത്തെ ചോദ്യം കുറച്ച് അടുത്തേക്ക് ഇക്കോ. ഓക്കെ. ഇല്ല, കുഴപ്പമില്ല. മോള് ലേശം മുന്നോട്ട് കയറി നിന്നാൽ മതി. ലേശം വരും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്. എൻ്റെ അടുത്തേക്ക് നിൽക്കുമോ? നിങ്ങൾ ഫ്രെയിം ഔട്ടായി പോകും. അപ്പോൾ ചോദ്യം ഇതാണ്. ഞാൻ 4 നബിമാരെ പേര് പറയും. ഈ 4 നബിമാരെ കൂട്ടത്തിൽ അള്ളാഹു ഏറ്റവും അധികം കഠിനമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിച്ചത് ഏത് നബിയാണെന്നാണ് ചോദ്യം. അയ്യൂബ് നബി, യഹൂബ് നബി, സുലൈമാൻ നബി, ഈസാ നബി. ഇതിൽ ഏത് നബിയാണ്? സുലൈമാൻ നബി, അയ്യൂബ് നബി. ഞാൻ ചോദിച്ചത് കഠിനമായ രോഗങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചത് ഞാൻ ഈ പറഞ്ഞ ഈ 4: അയ്യൂബ് നബി, യഹൂബ് നബി, സുലൈമാൻ നബി, ഈസാ നബി. ഈസാ നബിയാണോ? ഈസാ നബിയാണോ? ഫിക്സ് ചെയ്യുക. രണ്ടാളും കൂടെ ആലോചിച്ചിട്ട് ഫിക്സ് ചെയ്യും.
ആരാണ്? പിന്നെ ആരായിരിക്കും? മാക്സിമം 2 ഉത്തരം പറയാൻ പറ്റുള്ളൂ, കാരണം ആകെ 4 ഓപ്ഷനെ ഞാൻ തന്നിട്ടുള്ളൂ. അയ്യൂബ് നബി, യാക്കൂബ് നബി, മൂസാ നബി, ഈസാ നബി. മൂസാ നബി ആദ്യം പറഞ്ഞ ഏതാ? ഈസാ നബി. ഈസാ നബി അല്ലേ പിന്നെ മൂസാ നബി? ഫിക്സ് ആണോ? അങ്ങനെയാണോ? 6 ലെവലാണോ? ഓക്കെ. അപ്പൊ അഥവാ തെറ്റാണെങ്കിലോ അപ്പൊ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റില്ല. കുഴപ്പമൊന്നുമില്ല. ഒരു ടീച്ചർ എന്നുള്ള രീതിക്ക് ഞാൻ അതിനെ ആ സ്പിരിറ്റിൽ എടുക്കുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. യെസ്. അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം ഏതായിരിക്കും? നിങ്ങൾ ഈസാനും അടുത്തതാരാ? ഞാൻ പറഞ്ഞ ആളെ ഇവർക്ക് ഓർമ്മയില്ല. ആരാണ്? അയ്യൂബ് നബി. അത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാം. അയ്യൂബ് നബീനാണ് പിന്നെ ദേഹത്ത് അങ്ങനെയുള്ള അസുഖങ്ങൾ വെച്ചിട്ട് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യന്റെ കഥയൊക്കെ അറിയാലോ, മുടി മുറിച്ചിട്ട് ഉപജീവനത്തിന് പോയതും കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മുടെ ഈ പ്രശ്നം ഇതാണ്, നമ്മളൊരു ക്രൗഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ചോദിക്കുമ്പോൾ അറിയുന്ന ഉത്തരമാണെങ്കിൽ എന്തായി പോവും? തെറ്റിപ്പോവും. പക്ഷെ കുഴപ്പമില്ല, എന്തായി നമുക്ക് അതൊന്നുകൂടെ റിമൈൻഡ് ചെയ്യാനായി. അപ്പോൾ എനിവേ നമ്മുടെ എപ്പിസോഡിൽ ആദ്യമായിട്ടാണ് ഒരു ടീച്ചർ, അത് എൻ്റെ അതേ സബ്ജക്റ്റിൽ ഒരാൾ വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എന്തായാലും എങ്ങനെ പരീക്ഷയ്ക്കൊക്കെ അങ്ങനെ കുട്ടികളൊക്കെ ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. എന്തായാലും പരിചയപ്പെട്ടില്ല, സന്തോഷം. ഓക്കെ, താങ്ക് യു. കേരള വിഷൻ ഇസ്ലാമിക് ക്വിസിൻ്റെ ബ്യൂട്ടി സിൽക്സിലെ നമ്മുടെ അടുത്ത മത്സരാർത്ഥികൾ റെഡിയാണ്. എന്താണ് പേര്? ഷിഫ്ന, സൻഹ. സിസ്റ്റേഴ്സ് ആയിരിക്കും. ഓക്കെ. എവിടെ സ്ഥലം? അതളൂര്. ഏത് ക്ലാസ്സിലാ? 6ലും 7ലും. ഓക്കെ. വേറെ ആരാ കൂടെ വന്നിട്ടില്ല? അമ്മയാണോ? കഴിഞ്ഞോ? പരിപാടിയൊക്കെ കഴിഞ്ഞോ? ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞു? കുറേ നേരമായോ ഞങ്ങളുടെ പരിപാടി കാണുന്നു? അപ്പം അങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് ഓടി വന്നതാണോ? ഇത്രയൊക്കെ പറയുമോ? ഓക്കെ, നോക്കാം. മദ്രസയിൽ പഠിക്കുന്നുണ്ടോ? ഏത് ക്ലാസ്സിലാ? 4ല് 7ല്. ഓക്കെ. അപ്പോൾ അറിയാമല്ലോ എങ്ങനെ നമ്മളെ രീതികളൊക്കെ. ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിക്കുക, അതിന് എന്തുണ്ടാവും? ഓപ്ഷൻ ഉണ്ടാവും. രണ്ടാമത്തെ ചോദ്യത്തിന് എന്തുണ്ടാവും? മൂന്നാമത്തേന് ഒന്നുണ്ടാവില്ല. പക്ഷെ അതിനും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? സമ്മാനം ഉണ്ടാവും. അതാണല്ലോ മെയിൻ. ഓക്കെ. അപ്പോൾ ഞാൻ എന്നാൽ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, സംസം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ തരാം. വരിക, അടങ്ങുക, തുടരുക. എന്താണ് സംസം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ഓപ്ഷൻ ഒന്നുകൂടെ പറയാം. വരിക, അടങ്ങുക, തുടരുക. ഏതായിരിക്കും? ഞാൻ ചോദ്യമല്ലേ ചോദിച്ചേ, അപ്പോൾ ഫിക്സ് ആക്കിയിട്ട് പറ ഏതായിരിക്കും. രണ്ടാളും കൂടെ ആലോചിച്ചോ? എന്തൊക്കെയാ ഞാൻ പറഞ്ഞ ഓപ്ഷൻസ്? വര, അടങ്ങ, തുടരുക. ഇതിലേതായിരിക്കും? ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായല്ലോ. സംസം എന്ന വാക്കിന്റെ അർത്ഥം എന്ന്. വര, അടങ്ങ, തുടരുക. തുടരുക. ഞാൻ ആകെ 3 പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അല്ല, ഏതെങ്കിലും ഒന്ന് പറയാം. 2 പറഞ്ഞ. അടങ്ങുക. എന്തേന്ന് പേര്? ഷിഫ്ന. 2 കൽപ്പിച്ച് പറഞ്ഞ അടങ്ങുക. ആയിരിക്കോ? തെറ്റോ? തെറ്റുന്നാ പറയണേ. ആണോ? അപ്പൊ ഏതായിരിക്കും ഉത്തരം? എന്നാ തെറ്റിയിട്ടില്ല, ശരിയാണ് ഉത്തരം. കൈയടിക്കണോ? ശരിയാണ്, ശരി ഉത്തരാണ്. അപ്പൊ എന്താ അടങ്ങുക പറയാൻ കാരണം എന്തായിരിക്കും? എങ്ങനെ സംസം എങ്ങനെയാ വരവ്? ആര് കാലിട്ടടിച്ചപ്പോഴാണ് സംസം വന്നത്? ഇസ്മായിൽ നബി കാലിട്ടടിച്ച സമയത്ത് ഭയങ്കര ഒരു വളരെ പവർഫുൾ ആയിട്ടാണ് വരുന്നത്. അപ്പം ആ സമയത്ത് ഹാജറ ബീവി ആകെ ബേജാറായി. എന്നിട്ട് പറഞ്ഞെന്ത്? സംസം അത് അടങ്ങ്, ഞങ്ങൾക്ക് ഇത്ര മതി, ഇനി കൂടുതലായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വയ്യ. ആകെ പേടിച്ചിട്ടാണ് പറയണത്. നിർത്ത് അല്ലെങ്കിൽ അടങ്ങ് എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. പിന്നെ ബാക്കി കഥകളൊക്കെ അറിയാലോ. അപ്പോൾ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കുപ്പിയിലൊക്കെ ആക്കി കൊണ്ടുവരേണ്ട നമ്മളെ ഏറ്റവും പുണ്യമായിട്ടുള്ള ജലമാണ്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ശരി. കിട്ടാൻ തന്നെ വിശ്വസിച്ചില്ല. മനസ്സിലായോ? ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യത്തിന് ക്ലൂ ഉണ്ടാവും. ഓപ്ഷൻ ഞാൻ തരില്ല, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. ചോദ്യം ഇതാണ്, ജിന്നുകളെ നിയന്ത്രിക്കാനും പക്ഷിമൃഗാദികളോട് സംസാരിക്കാനും കഴിവുണ്ടായിരുന്ന നബി ആരാണ്? ശരിയാവോ? നിങ്ങൾ തമ്മിൽ ഭയങ്കര വിശ്വാസമാണല്ലോ. ശരിയാവോ?
ആണ് ആ ഒരു കാര്യത്തിൽ ശരിയാ. സുലൈമാൻ നബിയാണ്. ഇനി ദാവൂദ് നബി ആയിരിക്കോ? ഉറപ്പാ? സത്യം? പിന്നെ ഞാനായിട്ട് എന്തിനെ തെറ്റിക്കണേ? ഉത്തരം ശരിയാണ് കേട്ടോ. അപ്പോൾ 2 ചോദ്യത്തിന് ഉത്തരം ശരിയാക്കി. അപ്പോൾ ഇനി 3ാമത്തെ ചോദ്യം അങ്ങോട്ട് ശരിയാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിലെ വിജയി ആരായിരിക്കും? നിങ്ങളായിരിക്കും. 3ാമത്തെ ചോദ്യം ഇതാണ്. സഖൂം എന്ന് പറഞ്ഞാൽ എന്താണ്? അസഖൂം എന്തായിരിക്കും? സഖൂം. ഇപ്പോൾ തൂബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോ അങ്ങനെ ഓപ്ഷനൊന്നും തരാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ നിങ്ങളെ രണ്ടാളെ ഒന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ പറയാണ്. അപ്പോൾ തൂബ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ഒരു ഇതെന്ന് പറയും. അതേപോലെ സഖൂം എന്തായിരിക്കും? എന്താ ആലോചിക്കും രണ്ടാളും. സ്വർഗത്തിലായിട്ട് കണക്ഷൻ ഇല്ല. എന്തായിരിക്കും? ഒരു ഭക്ഷണമാണ്. ഓക്കെ, ഒന്നുകൂടെ അടുത്തേക്ക് വാ. എവിടത്തെ പറഞ്ഞ് തെറ്റിക്കല്ലോ. യെസ്, അർപ്പിക്കട്ടെ. അപ്പോൾ പേരെന്തേന്നു? സൻഹ പറഞ്ഞത് അനിയത്തിനോട് പറയണ്ടോ? അവിടെയൊക്കെ ഞാൻ ഒന്ന് പറയട്ടെ. നരകത്തിലൊരു ഭക്ഷണമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സപ്പോസ് സ്വർഗത്തിലാണെങ്കിലോ? ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ല, ഒന്നുമല്ല. ഉത്തരം ശരിയാണ്. നരകവാസികൾക്ക് കൊടുക്കപ്പെട്ടിട്ടുള്ള ഭക്ഷണത്തിനെയാണ് സഖൂം എന്ന് പറയുക. അറിയുന്നോ മുന്നേ? അല്ല ഞാൻ നല്ല ഹെൽപ്പ് ചെയ്തില്ലേ? ഞാൻ ഹെൽപ്പ് ചെയ്തില്ല. അതൊക്കെ അപ്പം എനിക്ക് താങ്ക് യു. അപ്പോൾ ഞാൻ എൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മുടെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ വിജയികളായിട്ട് നിങ്ങൾ മാറിയിരിക്കുകയാണ്. ഓക്കെ, സന്തോഷമായോ? കൺഗ്രാജുലേഷൻസ് യു ടു. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ 3 ചോദ്യങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ ആൻസർ ചെയ്തിട്ട് ഈ 2 സഹോദരിമാരാണ് സമ്മാനം നേടിയിരിക്കുന്നത്. അപ്പോൾ സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബ്യൂട്ടി സിൽക്സിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിലെ നമ്മുടെ വിജയികൾക്കുള്ള സമ്മാനം ദാനം നിർവഹിക്കുന്നതിനായിട്ട് ബ്യൂട്ടി സിൽക്സിൻ്റെ സൂപ്പർവൈസർ മഷൂർ സാറെ സ്വാഗതം ചെയ്യുന്നു. ചെറു മൈക്കൂടു. ഇസ്ലാമിക് ക്വിസിലെ ബ്യൂട്ടി സിൽക്സിൽ നമ്മുടെ കൂടെ നല്ല ബ്യൂട്ടി ആയിട്ടുള്ള 3 ആൾക്കാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ അടുത്ത് നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. എന്താണ് പേര്? സാറ, മിന്ന, ഫൈഹ. സിബ്ലിങ്സ് ആണോ കസിൻസ് ആണോ? ഇതിൻ്റെ സിസ്റ്റർ, ഇതിൻ്റെ കസിൻ. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 4, 10th, 4th. പഠിക്കുമോ? സൂപ്പറാണോ? ക്ലാസ്സിൽ ടോപ്പാണോ? ആണോ? അങ്ങനെയൊന്നുമില്ല, ആഗ്രഹമൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട് എക്സാം ഒക്കെ? കഴിഞ്ഞത് ഇപ്പൊ 9th നിന്ന് 10th ട്യൂഷനൊക്കെ തുടങ്ങിയോ? ഓക്കെ, ഏത് സബ്ജക്റ്റ് ആണ് ടഫ്? സ്വാഭാവികം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എങ്ങനെയാ മനസ്സിലായല്ലോ? എങ്ങനെയാ? എന്നിട്ട് ഉത്തരം പറഞ്ഞാൽ ഗിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇനി നേരെ ഞാൻ എന്ത് ചെയ്താൽ മതി? ചോദ്യം ചോദിച്ചാൽ മതി. ചോദ്യം ചോദിക്കട്ടെ? ടെൻഷൻ ഉണ്ടോ? പേടിക്കണ്ട, ഞാൻ ചെറിയ സിമ്പിൾ ചോദ്യം ചോദിക്കുള്ളൂ. അപ്പോൾ കണ്ടല്ലേ കുറേ ആൾക്കാർ സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ട് പോയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 3 പേരും കൂടെ ആലോചിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഉത്തരം കൺഫേം ആക്കിയാൽ മതി. ഓക്കെ, ചോദ്യം ഇതാണ്. സ്വർഗത്തിന് എത്ര കവാടങ്ങളുണ്ട്? എത്ര ഡോർസ് ഉണ്ട്? ഏതിന്? ഹെവന് എത്ര ഡോർസ് ഉണ്ട്? 5, 6, 7, 8. 8 അറിയോ? എല്ലാവരും പെട്ടെന്ന് 8 അല്ലേ എന്ന് വെച്ചിട്ട് ഒരു ബഹളം. ഏതാണ് 8 or 7? ഏതെങ്കിലും ഒന്ന് കൺഫേം ചെയ്യാം, ഒന്ന് ഫിക്സ് ചെയ്യും. ആണോ? ഏതാ പറഞ്ഞേ? 8 എന്നാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അഥവാ അവള് പറഞ്ഞ ഉത്തരം തെറ്റിയിട്ട് 7 ആണ് ശരിയെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാ? അടിക്കോ? ഞങ്ങൾ പാവാണ്, ഞങ്ങൾ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അങ്ങനെയുള്ള ഇഷ്യൂസിന്റെ ആവശ്യമൊന്നുമില്ല. ഉത്തരം അല്ല, ഉത്തരം ശരിയാണ്. തെറ്റല്ല, ഉത്തരം ശരിയാണ്. 8 കവാടങ്ങളാണ് സ്വർഗത്തിൽ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയാക്കി. ഇനി 2ാമത്തെ ചോദ്യം. ഞാൻ
ഖുർആനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. കോമൺ ആയിട്ട് അറിയാവുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഖുർആനിൽ പലതരം ഭക്ഷണ വസ്തുക്കളെ പറ്റിയിട്ടൊക്കെ പറയും. ഇപ്പോൾ തേന് പറയും, ഈത്തപ്പഴത്തിനെ കുറിച്ചിട്ട് പറയും, വെള്ളത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, മണ്ണിനെ കുറിച്ച് പറയും, ഒരുവിധ എല്ലാ കാര്യങ്ങളെ കുറിച്ചും പറയും. ചോദ്യം ഇതാണ്, ഖുർആനിൽ പറയപ്പെട്ടിട്ടുള്ള ഒരു ഫ്രൂട്ടിൻ്റെ പേര്. ഇപ്പോൾ ഈത്തപ്പഴം അല്ലാണ്ട് പറയപ്പെട്ടിട്ടുള്ള വേറൊരു ഫ്രൂട്ടിൻ്റെ പേര്. നോമ്പൊക്കെയല്ലേ നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സ് യൂസ് ചെയ്യുമല്ലോ, ആ കൂട്ടത്തിൽ കോമൺ ആയിട്ടുള്ളൊരു ഫ്രൂട്ട് തന്നെയാണ്. ഇനി ഒരു ക്ലൂ കൂടെ തരാണെങ്കിൽ കൈൻഡ് ഓഫ് എന്താ പറയുക, പുളിയൊക്കെ ഉള്ളൊരു ഫ്രൂട്ട്. ഇനി ഒരു ക്ലൂ തരാണെങ്കിൽ അത് ഡിഫറെൻറ്റ് കളർ വെറൈറ്റീസിലുണ്ടാവും. പച്ച, കറുപ്പ്, അങ്ങനെ പല കളറിലുണ്ട്. ഏതായിരിക്കും? നിങ്ങളൊക്കെ കഴിച്ച ഫ്രൂട്ടാണ്. ഗ്രേപ്സ്. മലയാളത്തിൽ പറഞ്ഞാൽ മുന്തിരി. ഓക്കെ, ഉത്തരം ശരിയായിരിക്കോ? പുളിയൊക്കെ ഉണ്ട് അല്ലേ, വേറെ കളർ വെറൈറ്റീസിലും ഉണ്ട്. അപ്പോൾ ഏകദേശം ക്ലൂസ് ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് വരുന്നുണ്ട്. അടുത്തേക്ക് വന്നേ. അപ്പോൾ പറഞ്ഞിട്ടുള്ള ഉത്തരം മുന്തിരി ഓർ ഗ്രേപ്സ്. ഉത്തരം ശരിയാണ്. ആ യെസ്. ആരത് ഫിക്സ് ചെയ്തത്? അതെ, ബുദ്ധിയുള്ള ഞാൻ തന്നെ. അപ്പോൾ ഇനി മൂന്നാമത്തെ ചോദ്യത്തിനും കൂടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഗിഫ്റ്റ് ഉണ്ടാവും. മൂന്നാമത്തെ ചോദ്യം ഞാൻ കുറച്ച് സിമ്പിളാക്കാം അല്ലേ? സിമ്പിളായിട്ട് ചോദിക്കാം. ചോദ്യം ഇതാണ്, ഖുർആനിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പേര് പറയപ്പെട്ട പ്രവാചകൻ ആരാ? വളരെ സിമ്പിളായി പോയോ? എന്തായാലും മൂസാ നബി ആയിരിക്കോ? ഒക്കെ അറിയോ ഇതൊക്കെ? ആണോ? ട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, എത്ര പേര് പഠിച്ചിട്ടുണ്ട്? ഇപ്പോൾ മദ്രസ പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിർത്തിയോ? മോറൽ സ്റ്റഡീസ് ഉണ്ട്. ആഹാ, വെറുതെ അല്ല. ഓക്കെ, അപ്പോൾ പറഞ്ഞിട്ടുള്ള ഉത്തരം മൂസാ നബി അലൈഹിസ്സലാം ആണ്. പ്രവാചകനായിരിക്കും നമ്മളെ മുഹമ്മദ് നബി അലൈഹിസ്സലാം? മുഹമ്മദ് നബി ആയിരിക്കും? അല്ല, ഉറപ്പാണോ? ഇനി പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇല്ല അല്ലേ? നല്ല കസിൻസും സിബ്ലിങ്ങും ആണ്, എന്ത് പറഞ്ഞാലും എല്ലാം വിശ്വസിക്കും. ഓക്കെ, അപ്പോൾ പറഞ്ഞിട്ടുള്ള ഉത്തരം മൂസാ നബിയാണ്. ഉത്തരം ശരിയാണ്. അപ്പോൾ ഉത്തരം ശരിയാണോ? അപ്പോൾ 3 ചോദ്യത്തിനും ഒരു കയ്യടി. 3 ചോദ്യത്തിനും ശരി ഉത്തരം പറഞ്ഞിട്ട് എന്ത് വാങ്ങിയിരിക്കുന്നു? ബ്യൂട്ടി സിൽക്സിൻ്റെ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ട് വന്ന് അടിപൊളിയായിട്ട് തന്നെ ആൻസേഴ്സ് ഒക്കെ ചെയ്ത് നല്ല ബോണ്ടിങ് ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് തരുന്നതിനായിട്ട് ബ്യൂട്ടി സിൽക്സിൻ്റെ ഒരു പ്രതിനിധിയെ നമ്മൾ സ്വാഗതം ചെയ്യാണ്. ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി സമ്മാനം വാങ്ങാം കേട്ടോ. കേരള വിഷൻ ഇസ്ലാമിക് ക്വിസിൻ്റെ ഈ എപ്പിസോഡിലെ വിജയികൾക്കുള്ള സമ്മാനം നിർവഹിക്കുന്നത് എടപ്പാൾ ബ്യൂട്ടി സിൽക്സിൻ്റെ GM ആയിട്ടുള്ള അബൂബക്കർ സാറാണ്. സാറിനെ സ്വാഗതം ചെയ്യുന്നു. ആരാ വാങ്ങിക്കുന്ന ഗിഫ്റ്റ്? ഇസ്ലാമിക് ക്വിസിൻ്റെ ഇന്നത്തെ എടപ്പാൾ ബ്യൂട്ടി സിൽക്സിലുള്ള നമ്മുടെ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ള വിജയികൾക്കെല്ലാം തന്നെ ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ നൽകുന്ന മനോഹരമായ സമ്മാനങ്ങളും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള ഗിഫ്റ്റുകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും അസ്സലാമു അലൈക്കും.